എറണാകുളം അയ്യപ്പൻകാവിലാണ് വാടകയ്ക്ക് നൽകിയ വീട് അഭിഭാഷകൻ ഒഴിഞ്ഞു നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി വീട്ടുടമസ്ഥനായ 87 വയസ്സുകാരനായ അശോകൻ സ്വന്തം വീടിന് മുമ്പിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുന്നത്. രാവിലെ 10 മണിയോടെയാണ് അദ്ദേഹം വീടിന് മുമ്പിൽ കട്ടിലിരുന്നുകൊണ്ട് വാടകയ്ക്ക് നൽകിയ ആൾ വീട് ഒഴിഞ്ഞു നൽകണമെന്നാവശ്യപ്പെട്ട് സമരം ആരംഭിച്ചത്. 4 വർഷം മുമ്പാണ് ഇദ്ദേഹം അഭിഭാഷകന് വീട് വാടകയ്ക്ക് നൽകുന്നത്. 11 മാസത്തേക്കായിരുന്നു എഗ്രിമെന്റ് ഉണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് എഗ്രിമെന്റ് പുതുക്കിയില്ല. അത് പുതുക്കാൻ പറഞ്ഞിട്ട് പുതുക്കുന്നില്ല, വാടക കൂട്ടി തരുന്നില്ല. പിന്നെ കറണ്ട് ബില്ല് അടക്കാത്തതിന് അവരൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വാടകയിൽ നിന്ന് ഇവർ അത് പുതുക്കിയോടാ കറണ്ട് ഇതുവരെയും ചെയ്തു. എന്നിട്ട് എൻ്റെ വാടകയൊന്ന് മൈനസ് ചെയ്തു. എന്നിട്ട് അതെല്ലാം മൊബൈലിൽ അയച്ചു തന്നിട്ടുണ്ട്. ബാക്കി നാളായിട്ടുള്ള വാടക തരാനുണ്ട്. വാടക ഒരുപാട് തരാനുണ്ട്. കാരണം കുറച്ചുകൊണ്ടൊന്ന് കയ്യിൽ തരും. ഞാൻ വാങ്ങിക്കുന്നു. ഇപ്പം ഞാൻ വാങ്ങിക്കാറില്ല. ഇപ്പോൾ എന്താ ചോദിച്ചാൽ ഈ മാസം അടച്ചിട്ടുണ്ട് 2 ദിവസം മുമ്പ്. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം അടച്ചിട്ടുണ്ട്. പിന്നെ അടച്ചിട്ടില്ല. വാടക അടച്ചിട്ടേ ഇല്ല. എനിക്ക് ഇയാളെ ഞാൻ ഒഴിയുന്നവരെയും ഇവിടെ ഞാൻ കുത്തിയിരിപ്പ് സത്യാക്കി അറിയിച്ചതാണ്. പരപ്രാവശ്യം അറിയിച്ച് എൻ്റെ മകളും മരുമോനോട് വന്ന് മൊബൈലിൽ ഞങ്ങൾ അടച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ 3 മാസത്തെ എഗ്രിമെന്റ് തീർന്ന് അത് പുതുക്കാൻ പറഞ്ഞു. അതും ചെയ്യുന്നില്ല. അപ്പോൾ ആരോ പറഞ്ഞതുപോലെ എനിക്ക് പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വക്കീലെ കണ്ടിട്ടില്ല. മർദ്ദിച്ചു എന്നൊരു ആരോപണമുണ്ടോ? അത് പറഞ്ഞുതരാം. മറിച്ച് പറയാം. ഞാൻ ഇവിടെ നിന്ന് കുറേ തുണി ഉണങ്ങിയിട്ട് എടുത്തുകൊണ്ട് പോകും താഴേക്ക്. ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും വക്കീല് എൻ്റെ വാടക കുടിശ്ശിക എന്താക്കി. അപ്പം ചിലവ് 2500 രൂപ തരാറുണ്ട്. കഴിഞ്ഞ മാസത്തെ അത് ചോദിച്ചപ്പോൾ അവൻ തെറി പറഞ്ഞിട്ട് കാല് പൊക്കിയിട്ട് എന്നെ ചവിട്ടി താഴെ വീണ്ടി എന്നെ മർദ്ദിച്ചോടാ. വാടക പുതുക്കിയിട്ടില്ല. വാടക പുതുക്കി ഇപ്പോൾ റേറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അയാൾ ആവശ്യപ്പെട്ട് 11,000 ചോദിച്ചു. 11,000 ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇന്നലെ അടച്ചിരുന്നു. 8 മാസത്തെ വാടക കൊടുത്തിട്ടില്ല. പെട്ടെന്ന് 2 മാസത്തെ അല്ല. ആ പൈസ അപ്പുറത്തെ വക്കീലിന് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അയാൾ എൻ്റെ റെക്കോർഡ്സ് ഉണ്ട് എൻ്റെ. അത് പുതുക്കാൻ അയാൾ ആവശ്യപ്പെട്ടിട്ടില്ല. തീരുമാനം എനിക്ക് അടുത്ത റൂം കിട്ടുന്നവരെ എനിക്ക് കണ്ടിന്യൂ ചെയ്തേ പറ്റും. കാരണം ഒരു സിസ്റ്റം ഫംഗ്ഷൻ ചെയ്യണം. എൻ്റെ ഈ വാടക പ്രശ്നത്തിൽ പോലീസിന് റോളില്ല, അറിയാലോ. ഒരു അമയ്ക്കബിളി സെറ്റിൽ ചെയ്യാനേ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ ഭാഗം ന്യായമാണ്, അദ്ദേഹം പറഞ്ഞത് ന്യായമാണ്. നോക്കിയിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി ഭാരവാഹികളെ വിളിച്ചിട്ടുണ്ട്. സ്വന്തം വീട് ഒഴിയണമെന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തിയിരിക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യകരമെന്നാണ് 84 വയസ്സുകാരനായ അശോകൻ പറയുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്.